ಅದೇ ರೀತಿ ಆ ಕಂಪ್ಯೂಟರ್ಗಳ ಜೊತೆಗೆ ಒಂದು ಭವ್ಯವಾದಂತಹ ಕಟ್ಟಡದಲ್ಲಿ ಅದಕ್ಕೆ ಬೇಕಾದಂತಹ ಎಲ್ಲ ವ್ಯವಸ್ಥೆಗಳನ್ನು ಮಾಡಿಕೊಂಡು ಸಾಧಾರಣವಾಗಿ ವಿದ್ಯಾರ್ಥಿನಿಯರಿಗೆ ಕಂಪ್ಯೂಟರ್ ವಿದ್ಯಾಭ್ಯಾಸನ ಕೊಡುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಸ್ವಾಗತದಲ್ಲಿ ಹೇಳಿದ ಹಾಗೆ ಒಂದು ಕಂಪ್ಯೂಟರ್ನಲ್ಲಿ 2, 3 ಅಥವಾ 4 ಮಂದಿಯನ್ನು ಕುಳಿತುಗೊಳಿಸಿ ಅವರಿಗೆ ಕಂಪ್ಯೂಟರ್ ಶಿಕ್ಷಣ ಕೊಡಲಾಗುತ್ತದೆ. ಆದರೆ ಇನ್ನು ಮುಂದೆ ಹಾಗಲ್ಲ. ಈ ಸಂಸ್ಥೆಗೆ ಸಂಬಂಧಪಟ್ಟಂತೆ ಆ ಲ್ಯಾಬ್ನೊಳಗೆ 40ರಷ್ಟು ಕಂಪ್ಯೂಟರನ್ನು ಈ ಕಂಪ್ಯೂಟರ್ ಶಿಕ್ಷಣ ಕೊಡುವುದಕ್ಕೆ ಬೇಕಾಗಿ ಸಜ್ಜೀಕರಣಗೊಳಿಸಲಾಗಿದೆ. ಪ್ರತಿಯೊಂದು ವಿದ್ಯಾರ್ಥಿಗೂ ಒಂದು ಕಂಪ್ಯೂಟರ್ ಎಂಬಂತೆ 40 ಮಂದಿಗೆ 40 ಕಂಪ್ಯೂಟರ್ಗಳ ಮೂಲಕ ಕಂಪ್ಯೂಟರ್ ಶಿಕ್ಷಣವನ್ನು ಕೊಡುವಂಥ ವ್ಯವಸ್ಥೆ ഈ സംസ്ഥയ വതിಯಿಂದ ಮಾಡಲಾಗಿದೆ. യുഗം, ടെക്നോളജിയുടെ യുഗം. ടെക്നോളജി നമ്മളെ ഇങ്ങനെ എന്താണ്, നമ്മളെ വല്ലാതെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാത്തിനും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ലോകത്തിലില്ലാത്ത വന്നു അല്ലേ? ഇപ്പം നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു നീല വളയം കണ്ടു കാണും. അതുകൊണ്ട് തന്നെ SNHS പെർളയുടെ ഈ നേട്ടം എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. ഒരുപക്ഷെ ഈ കൈറ്റിൻ്റെ കീഴിലുള്ള കാസർഗോഡെ സ്കൂളുകൾ എടുത്തു പറയുമ്പം ഇത്രയും മനോഹരമായ ഒരു ലാബ് സെറ്റ് ചെയ്ത ആദ്യത്തെ സ്കൂളാണ് SNHS പെർള. ജില്ലയിൽ ഇത്രയും മനോഹരമായ മറ്റൊരു ലാബ് ഇല്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പിന്നിലുള്ള ചാലകശക്തികളായ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു ടീമിനെയും എത്ര അഭിനന്ദിച്ചാലും വരില്ല. കൈറ്റിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ ഇത് നേടുകയാണ്. നമുക്കറിയാം, ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെങ്കിൽ സാധാരണ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആണെങ്കിൽ ധാരാളം ഫണ്ടുകൾ വരുന്നുണ്ട്. ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ, ഒരു എയ്ഡഡ് സ്കൂളിൽ ഇത്തരം ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ തികച്ചും ജനകീയമായ ഒരു സ്കൂളിന് മാത്രമേ കഴിയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാം ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കമ്പ്യൂട്ടർ ലാബ് ഇവിടെ സത്യമാകാൻ കാരണം. അതിലെത്ര നിങ്ങളെ അഭിനന്ദിച്ചാലും മതിയാകില്ല. കൈറ്റിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടെ നേടുകയാണ്. നമുക്കറിയാം, ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നത് 2 വിദ്യാർത്ഥികൾക്ക് ഒരു കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. ഗവൺമെൻറ് സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞു. ഇവിടുത്തെ പഠിക്കാനെത്തുന്ന ലാബിലേക്ക് കടന്നു പോകുന്ന ഓരോ കുട്ടിക്കും ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. എത്ര മനോഹരമായ ഒരു ആശയമാണ് പെർള സ്കൂൾ നടപ്പാക്കിയിരിക്കുന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്നു. ഒരുപക്ഷെ ഈ ഒരു മാതൃക ജില്ലയിലല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലെവിടെയും കാണത്തില്ല. കേരളത്തിൽ എവിടെയും കാണുമ്പം 2 കുട്ടികൾക്ക് ഒരു കമ്പ്യൂട്ടർ എന്നുള്ള ഒരു ആശയം മാത്രമാണുള്ളത്. കേരളത്തിൽ തന്നെ ഇത് വളരെ ദുർബലമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പം ഇൻഫോസിസ് പോലുള്ള ഒരു സ്ഥാപനം വളരെ റിമോട്ടായ പെർള പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നുമ്പോൾ അവരുടെ ഒരു വിദ്യാഭ്യാസമുള്ള പ്രതിബദ്ധതയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നിങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ നിങ്ങളുടെയൊക്കെ ഡ്രീമിലുള്ള ഒരു കമ്പനി, ജോലി കിട്ടേണ്ട ഒരു കമ്പനി ഈ ഇൻഫോസിസ് ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കമ്പനി എന്ന രീതിയിൽ ഇതിലേക്കായിരിക്കും ജോലി എന്നുള്ള നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ വരുന്നത്. നമ്മുടെ കുട്ടികളെല്ലാം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പല കുട്ടികളും ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു കമ്പനി എന്ന രീതിയിലാണ് ഇൻഫോസിസിനെ നമ്മൾ കാണുന്നത്. ಇವತ್ತು ಬಹಳ ಸಂತೋಷವಾಗ್ತಾ ಇದೆ ನನಗೆ. ಆ ಸುದಿನ ಇವತ್ತು ಬಂದಿದೆ. ಈ ಕನಸು ಸಾಮಾನ್ಯ 3 ವರ್ಷಗಳ ಹಿಂದೆ ನಾವು ಆರಂಭಿಸಿದ್ದು. ನಮ್ಮ ಈಗ ತಾನೇ ನಿವೃತ್ತರಾದಂತಹ ಕಳೆದ ಮಾರ್ಚ್ 31ನೇ ತಾರೀಕಿಗೆ ನಿವೃತ್ತರಾದಂತಹ ನಮ್ಮ ಮುಖ್ಯೋಪಾಧ್ಯಾಯರಾಗಿದ್ದ ಶ್ರೀ ಬಿ ರಾಜೇಂದ್ರ ಸರ್ ಅವರು ಹಾಗೂ ನಾವುಗಳೆಲ್ಲ ಸೇರಿ ಒಂದು ಯೋಚನೆ ಮಾಡಿದೆವು. ಏನು ಅಂತ ಕೇಳಿದರೆ, ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಪ್ರತಿಯೊಂದು ಮಗುವಿಗೆ ಒಂದು ಕಂಪ್ಯೂಟರ್ನಂತೆ ವ್ಯವಸ್ಥೆ ಆಗಬೇಕು ಅಂತ. ಹಾಗೆ ನಮ್ಮ ಅಧ್ಯಾಪಕರ ತಂಡ
ಅಂದರೆ ವೇಣುಗೋಪಾಲ ಸರ್ ಮತ್ತು ಉಳಿದವರೆಲ್ಲ ತಂಡದವರು ಅದಕ್ಕಿರುವಂಥ ಶತ ಪ್ರಯತ್ನವನ್ನು ಮಾಡಿದರು. ಆ ಪ್ರಯತ್ನದ ಫಲವಾಗಿ ಆಗಿದೆ ಈ ನೂತನ ಕಂಪ್ಯೂಟರ್ ಲ್ಯಾಬ್ ಇವತ್ತು ಇಷ್ಟು ಸುಸಜ್ಜಿತವಾಗಿ, ಅಂದರೆ ನಮ್ಮ ಜಿಲ್ಲೆಯಲ್ಲಿಯೇ ಪ್ರಥಮ ಬಾರಿಯಾಗಿ ಇಂತಹ ಒಂದು ಕಂಪ್ಯೂಟರ್ ಲ್ಯಾಬ್ ಉದ್ಘಾಟನೆ ಆಗಿದೆ ಅಂತ. ಸರ್ ಅವರ ಆ ಮಾತು ನನಗೆ ಇವತ್ತು ಬಹಳ ಸಂತೋಷವನ್ನು ಕೊಡ್ತಾ ಇದೆ. ಯಾಕೆಂತ ಕೇಳಿದರೆ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿಯೇ ಇಂತಹ ಒಂದು ಲ್ಯಾಬ್ ಇಲ್ಲ ಅಂತ ಹೇಳಿ, ಕಂಪ್ಯೂಟರ್ ಲ್ಯಾಬ್ ಇಲ್ಲ ಅಂತ, ಇದು ಪ್ರಥಮತಃ ಆಗಿದೆ ಅಂತ.